സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. മലയാളിയുടെയും മലയാളക്കരയുടെയും ചരിത്രത്തിൽ പ്രവാസ ജീവിതം വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഓരോ കേരളീയൻ്റെയും മനോനിലയിലും സമ്പദ്ഘടനയിലും ജ്ഞാനമണ്ഡലത്തിലും രൂഢമൂലമായിട്ടുള്ള പുരോയാന പ്രവണതയുടെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് അവൻ്റെ അടങ്ങാത്ത സഞ്ചാരത്വരയാണ്. വീട്ടിൽ നിന്ന് അന്യനാടുകളിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ മലയാളി കൈവശം കരുതുന്ന മൂലധനം നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന വിപ്ലവബോധവും ആകുന്നു. വേറിട്ട കാഴ്ചകളിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മുംബൈ മലയാളികൾക്ക് സുപരിചിതമായ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചെണ്ട മാസികയുടെ പത്രാധിപരും പ്രസാധകനുമായ ജയപ്രകാശ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വിപ്ലവ സ്വപ്നങ്ങളിലേക്ക് ഉണർന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങി അദ്ദേഹം. ജനകീയ കലാസാഹിത്യവേദി, സാംസ്കാരിക മാസിക, കേരളീയ വിദ്യാർത്ഥി സംഘടന, ആവിഷ്കാർ, കൺവെൻഷൻ എന്നിങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ. ജയിൽവാസമായിരുന്നു അതിനുള്ള അന്നത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലവും. ബോംബെയിൽ നിന്ന് തുടങ്ങുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വയം ചില ചെറുത്തുനിൽപ്പുകളുടെ ഭാഗമായിട്ട് തന്നെയാണ്. സ്വയം ഞാൻ ഒരു മനുഷ്യനാവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെണ്ട തുടങ്ങിയത് തന്നെ. കാരണം അതില്ലാതെ ഞങ്ങൾ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതിൻ്റെ നടത്തിപ്പിൻ്റെ വിഷയം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കാരണം ഇതിൻ്റെ പ്രത്യേകിച്ചും DTP, അതിൻ്റെ ഡിസൈൻ, കണ്ടൻസ്, അതൊക്കെ വളരെ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാനും അതുമായിട്ട് അതാത് മേഖലകളിലെ എക്സ്പെർട്സുകളെ സീരിയസ് ആയിട്ട് അതിൻ്റെ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും ഇത്തരം ഒരു പാഷൻ, ഒരു കമ്മിറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങൾ സമൂഹത്തിൽ, അതിപ്പോൾ ഓരോ ചെണ്ടയുടെ ഓരോ ലക്കങ്ങളും പ്രതികരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഓരോ ലക്കങ്ങളുമാണ്. ഇത് എന്താ പറയുക, ചെണ്ട ഇറക്കേണ്ടത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. കാരണം അത് എൻ്റെ അസ്തിത്വമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന ഒന്നാണ്. അതിൻ്റെ കെട്ടുമട്ടും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് എൻ്റെ അതിപ്പോൾ 10 ലക്കം ഇറക്കുകയാണെങ്കിലും അത് ഭംഗിയായിട്ട് തന്നെ ഇറക്കണം എന്നുള്ള ഒരു രീതിയിൽ. കാരണം ഇത് വളരെ ചെറുതിലെ പല സംഗതികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ഈ വളരെ ചീപ്പായിട്ടുള്ള പേപ്പറും പ്രിൻ്റ് ചെയ്തതിനൊക്കെ തെളിയാത്ത അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ വളരെ ചെറുതിൽ തന്നെ പല കാര്യങ്ങളും ചെയ്ത് ഇടപെട്ടിട്ടുള്ള കാര്യം കൊണ്ട് തന്നെ ഞാനൊരു മാസം ചെയ്യുമ്പോൾ അത് 10 ലക്കമുള്ളതിൽ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു സംഗതി അതിൻ്റെ പുറകിലുണ്ട്. അത് ദൈനംദിന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ചെണ്ട കൈകാര്യം ചെയ്യുന്നത്. പ്രകൃതിയുണ്ട്, അതിൽ സാമ്പത്തികമുണ്ട്, മറ്റ് എല്ലാ വിഷയങ്ങളും അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ കേരളത്തിലെ ഏകദേശമുള്ള എമർജിങ് കേരള, അതുപോലെ തന്നെ ടോളിൻ്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ഇപ്പോൾ ആറ്റൂരിൻ്റെ നല്ലൊരു പതിപ്പ് ഇറക്കിയിട്ടുണ്ട്, KGSൻ്റെ പതിപ്പ് ഇറക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആനന്ദിൻ്റെ പതിപ്പ്, അങ്ങനെ പല ഇത് ഇറങ്ങി. കേരളത്തിൽ നമ്മൾ തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ആ സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും നമ്മളിപ്പോൾ 2-3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവിടേക്ക് അയച്ചിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അയക്കാനും അതിൻ്റെ മറ്റ് സാങ്കേതിക പ്രശ്നമുണ്ട്, പൈസ തിരിച്ച് കിട്ടാനും അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നി. 3 വർഷത്തോളം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. പിന്നീട് നമ്മൾ എഴുത്തുകാർക്കും മറ്റ് ആളുകൾക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ഗ്രാമത്തിൽ നിന്ന് 25 വർഷം മുൻപ് ബോംബെ മഹാനഗരത്തിലേക്ക് പുറപ്പെടുമ്പോൾ കൂടെയുണ്ടായിരുന്ന പ്രത്യയശാസ്ത്രങ്ങളൊന്നും ഇന്നോളം ജയപ്രകാശിനെ ഉപേക്ഷിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലോ ഇന്ത്യയിലോ കേരളത്തിലോ സംഭവിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനും പ്രതികരിക്കാതിരിക്കാനും കഴിയുന്നുമില്ല. മുഖ്യധാരാ മാധ്യമങ്ങളിൽ മിക്കപ്പോഴും വസ്തുനിഷ്ഠമായ വിശകലനങ്ങൾ നടക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് JP സ്വന്തമായി പ്രസിദ്ധീകരണശാല ആരംഭിച്ചത്. വാർ അഗെയിൻസ്റ്റ് പീപ്പിൾ, വാർ അഗെയിൻസ്റ്റ് ഇറാഖ്, ദി ഇക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് വേൾഡ് എക്കണോമിക് ഫോറം, കമ്മ്യൂണലിസം, കഥയിലെ പ്രശ്നലോകത്തിൽ തുടങ്ങിയ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി JNP പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചു. പലതും സർവകലാശാലകളിൽ റെഫറൻസ് ഗ്രന്ഥങ്ങളായി. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും എൻ്റെ തൊട്ടടുത്തുള്ള പള്ളത്തേരി ഒരു ഭാസ്കരൻ മാഷ് എന്ന് പറഞ്ഞ മനുഷ്യൻ. കാരണം ഞാൻ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ
ജീവിതത്തോടുള്ള അല്ലെങ്കിൽ ജീവിതത്തോടുള്ള ചില ഡിസിപ്ലിൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഇത്. അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം ലോകമയുദ്ധ കാലത്തൊക്കെ പട്ടാളത്തിലുണ്ടായിരുന്ന ഒരാളാണ്. അതിനുശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള കോടാലി സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. അതുകൂടാതെ ആൾ നല്ലൊരു കൃഷിക്കാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃഷിയിലുള്ള താല്പര്യവും ഇത്തരം വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില ശീലങ്ങളൊക്കെ എന്നെ വല്ലാതെ കുട്ടിക്കാലത്ത് ആകർഷിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് എൻ്റെ ചുറ്റുപാടുകളിലുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളൊക്കെ എന്നെ വല്ലാതെ അലട്ടിയിരുന്നു ബേസിക്കലി. അപ്പോൾ ഇതിനൊക്കെ ഒരു അന്വേഷണം, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സമൂഹത്തിലിറങ്ങി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എന്നിൽ രാഷ്ട്രീയവും, കാരണം പ്രശ്നങ്ങൾ പരിഹാരം കാണുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിലൂടെ തന്നെ നടക്കുള്ളൂ എന്നുള്ള ഒരു ബോധ്യം വരികയും, അപ്പോൾ അത്തരത്തിലുള്ള ആളുകളായിട്ട് ആദ്യം സിവിക് ചന്ദ്രൻ്റെ പ്രതികരണ സംഘത്തിലേക്ക്, വാക്ക്, പാഠഭേദം, അതോടൊപ്പം തന്നെ പരിസ്ഥിതി സംഘടനയുടെ ജോൺ സി ജാക്കബിൻ്റെ അല്ല സൂചിമയുടെ അതിൻ്റെയൊക്കെ പ്രചാരകനായിട്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് പിന്നീട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ CPIM പ്രസ്ഥാനത്തിൻ്റെ കേരള വിദ്യാർത്ഥി സംഘടന, അതുപോലെ യുവജനവേദിയിലൊക്കെ ജില്ലാ കമ്മിറ്റി, അങ്ങനെ ഒരു ഇതിലൊക്കെ ഞാൻ വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. ഞാൻ നാട്ടിലെ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളോടും എപ്പോഴും വല്ലാതെ പുറത്ത് കടക്കണം, അല്ലെങ്കിൽ അന്നത്തെ വീട്ടിലെ അവസ്ഥയും പൊതുവിൽ ഉള്ള എന്നെ മാനസികമായിട്ട് അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ പുറത്ത് കിടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാനിങ്ങനെ പുറത്ത് ചാടണം തന്നെയുള്ളൊരു ഇതിൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ ബോംബെയിലേക്ക് വന്നത്. ഇവിടെ എനിക്ക് കാരണം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഇതിന് ജോലിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത്, അത് എനിക്ക് തോന്നുന്നു എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. പുറത്ത് കടന്നു കഴിയുമ്പോഴാണ് നമുക്കൊരു ഒരു ഒരു ഉപജീവനത്തിന് വേണ്ടിയുള്ള ഒരു പണി ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ആ സമയത്ത്. ഒരുപക്ഷെ വിദ്യാർത്ഥിയായിരിക്കെ തുടങ്ങിയ തൻ്റെ വിപ്ലവ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ പൂർണ്ണതയിലെത്താതെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകേണ്ടി വന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാകാം ഈ പുതിയ കാലത്ത് വ്യത്യസ്തമായ ഈ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ JP നിർവഹിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. വിമർശനങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ബോംബെ പോലെയുള്ള ഒരു മഹാനഗരത്തിൽ ഇത്രയധികം മലയാളി സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് വ്യക്തി എന്ന നിലയിൽ മാത്രം ഒരുപാട് സാംസ്കാരിക ബൗദ്ധിക വിധാനങ്ങളിലുള്ള വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെടുകയും വിവിധ ഭാഷകളിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വളരെ പ്രഗത്ഭരുമായിട്ട് ബന്ധപ്പെടുകയും തൻ്റേതായ ആവിഷ്കാരങ്ങൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന JPക്ക് ഇനിയും കേരളത്തിലെയും ഇന്ത്യയിലൊട്ടാകെയുമുള്ള സാംസ്കാരിക രംഗത്ത് അതിൻ്റെ രാഷ്ട്രീയ ഊന്നലോടുകൂടി തന്നെ കൂടുതൽ പ്രാഗൽഭ്യത്തോടെ പ്രവർത്തിക്കാനാവും. രണ്ടായിരത്തി 2002 ആദ്യത്തെ പുസ്തകം ഇംഗ്ലീഷ് ഒരു എഡിഷൻ വാറൻസ് പീപ്പിൾ നമ്മൾ ഇറക്കുന്നുണ്ട്. ഈ 14 വർഷത്തിന് ശേഷം ഇപ്പോൾ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ MA ജിയോഗ്രഫി സ്റ്റുഡൻസിന് ഫർദർ അവരുടെ റീഡിംഗ് ലിസ്റ്റിൽ ആ പുസ്തകം വന്നിട്ടുണ്ട്. വാറൻസ് പീപ്പിൾ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് ഒരു വ്യക്തി ചെയ്യുന്ന ഒരു ചാവേർ ആക്രമണമായിരുന്നു ആ പുസ്തകം. അത് ഓരോ പുസ്തകങ്ങളും വാറൻസ് ഇറാഖ് ഇറക്കുമ്പോഴും, കമ്മ്യൂണലിസം എന്ന് പറഞ്ഞ ഡോക്ടർ ആംബുനിയുടെ പുസ്തകം ഇറക്കുമ്പോഴും, അതുപോലെ തന്നെ വേൾഡ് സോഷ്യൽ ഫോറത്തെ കുറിച്ചുള്ള പഠനം ഇറക്കുമ്പോഴും ഒക്കെ ചെയ്യുമ്പോഴും ഇത് ഒരു വ്യക്തിക്ക് കഴിയാൻ എങ്ങനെ പ്രതികരിക്കാൻ കഴിയും ആ സാഹചര്യങ്ങളോട് എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള മതവും വിശ്വാസങ്ങളും ആത്മനിഷ്ഠമായ ആനന്ദങ്ങൾക്കും സ്വയം ശുദ്ധീകരണത്തിനുമുള്ള ഉപാധികളായി തീരുന്നതിന് പകരം സങ്കുചിതമായ സ്വത്വബോധവും ചിഹ്ന വ്യവസ്ഥയും ഉയർത്തിക്കാട്ടി മനുഷ്യരെ അന്യോന്യം കലഹിച്ചു തീർക്കാനുള്ള ജന്മങ്ങളാക്കി മാറ്റുന്ന അവസ്ഥയ്ക്കെതിരെ നിരന്തരം പ്രതികരിച്ചുകൊണ്ട് ജയപ്രകാശ് തന്നെ കണ്ടെടുക്കുന്നു. വസുദൈവ കുടുംബകമെന്നും ഈശാവാസ്യമിതം സർവമെന്നും പഠിപ്പിച്ച സനാതന സംസ്കാരം കാലാനുസൃതം മലിനപ്പെട്ട് ഭൂതാവിഷ്ടമാവുന്ന രാഷ്ട്ര ശരീരത്തെ സ്വയമേവ മൃതിയടയാൻ അനുവദിക്കാതെ
ദയാനിധിയായ ഒരു വിഷഗ്വരൻ്റെ സ്നേഹസ്പർശങ്ങൾ കൊണ്ട് പുതുജീവൻ നൽകാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ മുംബൈ മലയാളിയുടെ ചെറുവിരലുകളും ഉണ്ട് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തും. കേരളത്തിലുള്ള ഒരു സമാന്തര പ്രസിദ്ധീകരണ ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 2014 ഇന്ത്യയിലെ ലിറ്റിൽ മാഗസിൻസിനെ കുറിച്ചുള്ള ഒരു ഇൻ്റർനാഷണൽ സെമിനാറിൽ നമ്മൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഒരു പേപ്പറും അവതരിപ്പിച്ചിരുന്നു. കേരളത്തിലെ എത്രയോ ഇത്തരം സമാന്തര പ്രസിദ്ധീകരണങ്ങൾ 5ഉം 6ഉം ഒക്കെ ലക്കങ്ങൾ ഇറക്കി നിന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രചാരമോ അതിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. അത് ഒരു നിലപാട്, ആ സാമൂഹിക സാഹചര്യത്തിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു നിലപാട് അത് മുന്നോട്ട് വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് തന്നെയാണ് ചണ്ടി ചെയ്യുന്നത്. ഇപ്പോൾ നാളെ അത് ഇറങ്ങില്ലേ എന്നുള്ള ഒരു സംഗതി ഒന്നുമില്ല. ഇത് നമുക്ക് കഴിയാവുന്ന അർത്ഥത്തിൽ അതാത് സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രതികരണം നിലയ്ക്ക് നമ്മൾ ഇറക്കുന്നുണ്ട്. ഇതൊരു ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു യുദ്ധമാണ്. അല്ലാതെ ഇത് അത്തരമൊരു സെറ്റപ്പോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടീമൊന്നും ഇതിൻ്റെ പുറകിലില്ല. ഈ ബോംബെയുടെ വളരെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെണ്ടയോട് അടുക്കുന്ന സുഹൃത്തുക്കൾക്ക് എന്തായാലും ഒരു നിലപാടിൻ്റെ പ്രശ്നം വരും. പറയുന്ന കാര്യങ്ങളോട് അല്പമെങ്കിലും പ്രതിബദ്ധത പുലർത്തേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു ഇതൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വ്യക്തികളടക്കം അത് പുറകോട്ട് പോകും. പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന സംഗതികൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയ സഹായങ്ങളടക്കം തന്നെ അത് ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും അതിലെ കണ്ടൻസിനോടുള്ള എന്തെങ്കിലും പ്രതിഫല അടിസ്ഥാനത്തിലല്ല ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സാമ്രാജ്യത്വ വിരുദ്ധത, മുതലാളിത്ത വിരുദ്ധത എന്നൊക്കെ സംസാരിക്കുക, വർഗതയൊക്കെ ഇവിടെ വന്നപ്പോൾ നേരിട്ടിട്ട് എനിക്ക് അനുഭവിക്കാനും കാണാനും കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്നെ കുറച്ച് നേരത്തെങ്കിലും പിടിച്ചു നിർത്തണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ചെണ്ടയും ഓരോ വർക്കുകളും ബോംബെയിൽ കഴിഞ്ഞ ഈ 18 വർഷത്തിലധികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ശ്രീനാരായണന്റെ നാട്ടിൽ നിന്ന് വന്ന സർവരും ബോംബെ നഗരത്തിൽ ജാതിഭേദവും മതദ്വേഷവും ഒട്ടുമില്ലാതെ സോദരത്വേന വാണിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് JP ഇപ്പോൾ ഓർക്കുന്നു. നല്ല നാളുകൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഖേദവും അദ്ദേഹത്തിനുണ്ട്. ഇപ്പോഴിപ്പോൾ മലയാളികളും മുംബൈയിലെത്തുന്നത് അവനവൻ്റെ ജാതിയും ദൈവങ്ങളെയും ഐഡന്റിറ്റി കാർഡായി കഴുത്തിൽ ഞാത്തിയിട്ടിട്ടാണ്. നഗരത്തിൻ്റെ ഐക്യമത്യത്തിൽ അവരുടെ പങ്ക് കാര്യമായി കുറഞ്ഞു എന്ന് ഈ നിരീക്ഷകൻ ഖേദത്തോടെ വിലയിരുത്തുന്നു. മലയാളികളുടെ ഒരു ഇപ്പോൾ 4ാമത്തെ തലമുറ എന്നൊക്കെ പറയാം, 4ഉം 5ഉം തലമുറ, ഏകദേശം ഒരു 100-120 കൊല്ലത്തെ ഒരു ചരിത്രം ബോംബെയിൽ മലയാളികൾക്കുണ്ട്. ബോംബെ മലയാളികളുടെ ചരിത്രത്തിൽ വളരെ സജീവമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും അതുപോലെ തന്നെ പിന്നീട് ഐക്യ കേരള പ്രസ്ഥാനം, മഹാരാഷ്ട്ര സംയുക്ത പ്രക്ഷോഭം, ഗോവ, ദാമൻ, ദിയു ഈ വിഷയങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നീട് ഏകദേശം ഈ 80കളിലൊക്കെ എത്തുമ്പോഴേക്കും ആ ഒരു തലമുറയുടെയൊക്കെയുള്ള തലമുറ അങ്ങനെ നഷ്ടപ്പെടുകയും പതുക്കെ ഇവിടെ വന്ന മലയാളികൾ 10 കാശ് സമ്പാദിക്കാനും ഒരു കുടുംബമൊക്കെ ആയപ്പോൾ കേരളത്തിലുള്ള എല്ലാ ദൈവങ്ങളും എല്ലാ ജാതി സംഘടനകളും, കേരളത്തിലേക്കാളും കൂടുതൽ ജാതി സംഘടനകൾ ഇപ്പോൾ മലയാളികൾക്ക് ബോംബെയിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ സംസ്കാരവും എന്താ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നില്ല. ഈ സംസ്കാരം ഇപ്പം മലയാളികൾ കൂടുതലും പ്രകടിപ്പിക്കുന്നത് ഇത്തരം ജാതി സംഘടനകളിലൂടെയാണ്. ഒരു പൊതുതലം മലയാളിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ പല മൂവ്മെൻറ്റുകളും ബോംബെയിൽ നടക്കുന്നുണ്ട്. അവിടെ മലയാളികളുടെയൊക്കെ സാന്നിധ്യം വളരെ കുറവാണ്. സീരിയസ് ആയിട്ടുള്ള ഒരു സാംസ്കാരിക അന്വേഷണം വളരെ കുറവാണ്. അത് പ്രത്യേകിച്ചും ഇതാണ്, എല്ലാം ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ജാതിപരമായിട്ടുള്ള വേർതിരിവ് മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലയാളി സമാജം ഏകദേശം 110, ഞാൻ ലീസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്ത് 110ലധികം മലയാളി സമാജങ്ങൾ ബോംബെയുടെ പ്രാന്തപ്രദേശങ്ങളിലും ന്യൂ ബോംബെ അല്ലെങ്കിൽ വളരെ സജീവമായിരുന്നു. അത്
ജാതി സംഘടനകളുടെ വരവോട് കൂടിയിട്ട് അവരെങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി അവരവരുടെ തന്നെ ജാതിയിൽപ്പെട്ടിട്ടുള്ള അവരുടെ സംഘടനകൾ ഉണ്ടാക്കുക, അതിൽ അങ്ങനെ ഉള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ഒരു പൊതുവായ ഒരു പൊതു സദസ്സ് എന്ന് നമുക്ക് രൂപപ്പെടുത്താനായിട്ട് ഇനി വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇന്നിപ്പം നമ്മൾ ചെണ്ടമാസികയും അതുപോലെ തന്നെ JNP പബ്ലിക്കേഷൻസും സെൻറ്റർ ഫോർ ഇനിഷ്യേറ്റീവ് ഒക്കെ ചെയ്യുന്ന വർക്കുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മതേതര രാഷ്ട്രീയ അങ്ങനെയൊക്കെയുള്ള ഒരു നിലപാടുള്ള വ്യക്തികളാണ്. അങ്ങനെ ഒരു ചെറിയ കൂട്ടം ബോംബെയിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിലെ പ്രശ്നങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന ഒരു ക്രൗഡ് വരുന്നുണ്ടെന്നാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത. അപ്പോൾ പല മേഖലകളിലും സാഹിത്യ ചെറിയ ചെറിയ ഇതാണെങ്കിലും ബോംബെയുടെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടായ്മകളുണ്ട്. അത് ഭാവിയിൽ ആർത്തിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു ദിശാബോധമുള്ള സാംസ്കാരിക സംഘടനകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത്രയും കൂട്ടായ്മകളിൽ അവർ എത്തിച്ചേരും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയുണ്ട് നമുക്ക്. ഞാനെന്ന വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ. അവർക്കറിയാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ല കാര്യങ്ങളാണെന്നുള്ളൊരു ധാരണ മാത്രമേ അവർക്കുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ രാഷ്ട്രീയമോ അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ല വിഷയങ്ങളോ അല്ല ഒന്നും അവർക്ക് ആർത്തിൽ അറിയില്ല. ചെണ്ട ഒരു അസുരവാദ്യമായാണ് അറിയപ്പെടുന്നത്. പള്ളിക്കുറുപ്പ് കൊള്ളുന്ന ദൈവങ്ങളെ ഉണർത്താനും ആനന്ദങ്ങളും അപകടങ്ങളും രാജകൽപ്പനകളും മാന്യമഹാജനങ്ങളെ സമയാസമയങ്ങളിൽ അറിയിക്കാനുമാണ് അത് പ്രാചീന കാലത്ത് കേരളത്തിൽ പരക്കെ ഉപയോഗിച്ചിരുന്നത്. അന്ന് തോലും കോലും ഉപയോഗിച്ച് അവർ നിറവേറ്റിയിരുന്ന അതേ ധർമ്മം തന്നെയാണ് ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ നോക്കാതെ കടലാസും മഷിയും ആയുധമാക്കി ഈ കർമ്മയോഗി ഇന്ന് സാധിച്ചെടുക്കുന്നത്. ആത്മസംതൃപ്തിയാണ് ചെണ്ടാമാസികയിൽ നിന്നും പ്രസാധക പ്രവർത്തനങ്ങളിൽ നിന്നും അതിൻ്റെ ഉടമസ്ഥനുള്ള ഏക ലാഭം. എന്നെ സംബന്ധിച്ചിടത്തോളം ബോംബെ ആണെങ്കിലും അത് ഇപ്പോൾ പോയിട്ട് ഉത്തരാഖണ്ഡിലാണെങ്കിലും ഹിമാചൽ പ്രദേശിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുക. കേരളത്തിൽ ഈ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പലരായിട്ടും ഇങ്ങനെ സംസാരിക്കും അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ വളരെയധികം സങ്കടം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് നിലകൊണ്ട് ചെയ്യുന്ന ഒരു വർക്കിനോടുള്ള ഇന്നത്തെ ആളുകളുടെ സമയം വളരെ വ്യത്യസ്തമാണ്. ഒരു കൊട്ടുകാരൻ ഇന്ന് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ് എല്ലാം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാഗസിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും സഹകരിക്കുക വേണ്ടത്. ഇതിന് പകരം ഇതിൻ്റെ കെട്ടും മട്ടൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്തോ അധികം ആസ്തിയുള്ള ഒരു പ്രസിദ്ധീകരണമാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലൊന്നും പലപ്പോഴും തന്നെ പിന്നോക്കം എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കേരളത്തിലെ ആ ഒരു സാഹചര്യം എല്ലാ ആൾക്കാരുടെ സമീപനത്തിനടക്കം സങ്കടം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികം ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളടക്കം ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇപ്പം ഞാനൊക്കെ വിളിക്കുമ്പോൾ 1 or 2 പ്രാവശ്യം നമുക്ക് കണ്ടൻസ് ചിലപ്പോൾ അവർ തരുമായിരിക്കാം. പക്ഷേ അത് തുടർച്ചയാകുമ്പോൾ ഇതൊരു നമ്മളെ സംബന്ധിച്ചുള്ള സാംസ്കാരിക പ്രവർത്തനം തുടർച്ചയായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും അതൊരു ശല്യമാവുന്ന പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു കാരണം നമ്മൾ ഓരോ ലക്കങ്ങളും സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ആർത്തിൽ. നമ്മളിപ്പം ഇവിടെ 2 or 3 ലക്കങ്ങൾ ഇപ്പോഴും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ MP നാരായണപിള്ളനെ കുറിച്ച് നമ്മൾ ചെയ്യാൻ നോക്കിയിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ VK-നെ കുറിച്ച്, അതുപോലെ തന്നെ DV നിയന്ത്രണൻ മരിച്ച സമയത്ത് നമ്മളൊരു അനുസ്മരണ പതിപ്പ് പോലെ ഒന്ന് ഇറക്കിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കവിതകളെ കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള ചില പഠനങ്ങളിൽ നമ്മൾ അത് നടന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ന് അത്തരം ഒരു സഹകരണം ആർതിൽ ലിറ്റിൽ മാഗസിൻസ് കിട്ടുന്നില്ല. ഇന്നിപ്പോൾ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആളൊരു കവിത എഴുതി അല്ലെങ്കിൽ ഒരു കഥ എഴുതി പെട്ടെന്ന് തന്നെ പ്രശസ്തി കിട്ടണം. അതുപോലെ തന്നെ അവരുടെ 10 or 1000 കോപ്പി പ്രിൻ്റ് ചെയ്യുക, അത് 4 or 5 പതിപ്പായിട്ട് ഇറക്കുക. ഇത്തരം കാര്യങ്ങളൊരു മാർക്കറ്റിംഗ് ട്രിക്സൊക്കെ ഉപയോഗിച്ച് ചെറുപ്പക്കാർ അധികം വേർക്കാതെ കടന്നു വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഞാൻ ചില എൻ്റെ ഫ്രണ്ട്സുകൾ പറയാറുണ്ട്. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഒരു കണ്ടന്റ് ബേസിൽ അതിനൊരു ഉറപ്പ്, അതിനൊരു ഉള്ളുറപ്പില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഇവരുടെ ഒരു മനസ്സിലൊരു ആഗ്രഹം പ്രിന്റ് വേഴ്സണിൽ ഒന്ന് കാണുന്നത്. അതായത്
ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ചെറിയ മാസികകളല്ല, അത് അവർക്ക് മെയിൻ സ്ട്രീമിലുള്ള മാസികകൾ അതൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കും നമുക്ക് എത്ര നാളിത് കൊണ്ടുപോകാൻ പറ്റും അത്ര നമ്മൾ കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. അതിൽ അല്ലാണ്ട് ഇതിന് ഒരു ഉറപ്പൊന്നുമില്ല. ഇത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾക്ക് എത്ര എൻ്റെ ഒരു ഉൾക്കരുത്തുണ്ട് അത്ര നാൾ അത് നീണ്ടുപോകും.